ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറച്ച് സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും ഇപ്പം നാട് മൊത്തം പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഈ അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ യുദ്ധം. അതിൽ ഇസ്രയേൽ തോറ്റു, ഇറാൻ ജയിച്ചു, ഹിസ്ബുള്ള ജയിച്ചു, ഹമാസ് ജയിച്ചു. ഹമാസിനെയൊക്കെ സ്വാതന്ത്ര്യ പോരാളികൾ എന്ന് പറഞ്ഞാണ് വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇവരോടൊക്കെ ഞാനൊരു കാര്യം ചോദിക്കുന്നു കേട്ടോ. നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇസ്രായേൽ തോറ്റെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഇറാൻ്റെ തലവൻ എന്ത് ചെയ്യും? അയാളിപ്പോൾ സ്വർഗത്തിൽ ഹൂറികളുടെ അടുത്ത് 72 ഹൂറികളുടെ അടുത്ത് തിത്തേ കളിച്ച് കിടപ്പുണ്ട്. പിന്നെ അയാളുടെ മകനെ വാഴ്ത്തി പുതിയ നേതാവാക്കി, പരമോന്നത നേതാവ്. അവന് പൊടി പോലും അവൻ്റെ കാണാനില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഇതിൻ്റെയൊക്കെ തലപ്പത്തുള്ളവന്മാരൊക്കെ ഓരോന്ന് ചത്തു. ഇനി ആരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇസ്രായേൽ അവർ പ്രഖ്യാപിക്കും പുതിയ ഹമാസിൻ്റെ നേതാവ്. പറഞ്ഞു രാത്രി ആകുമ്പോൾ വടിയാവും. അത്ര ഉള്ളൊക്കെ അവൻ്റെയൊക്കെ ആയുസ്. ഇപ്പം അവർക്ക് നേതാവാകാൻ വേണ്ടി ഒരാളെ തപ്പിക്കൊണ്ട് നടക്കുക. നേതാവിനെ സ്വന്തം ഗ്രൂപ്പിലുള്ള ഹമാസ, ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ളവർക്ക് പോലും അവരുടെ നേതാവാകാൻ വയ്യ. പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറേ ഉള്ളൂ ആയുസ്. ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവിടുത്തെ സൈന്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ, യുദ്ധമാണ്, സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ലാതെ ആരും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ കുറേ ചടങ്ങുകൾ, പേര് വായിക്കൽ ചടങ്ങ്. നമ്മുടെ നിഖില വിമല വലിയ സിനിമാടിയൊക്കെയാണ്, പുള്ളിക്കാരിയും പിന്നെ വേറെ ഒരുത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇരുന്നങ്ങ് കരഞ്ഞ് പേര് വായിക്കുമായിരുന്നു. പുള്ളിക്കാരിക്ക് ഗ്ലിസറിനൊക്കെ കോരി അങ്ങ് തേച്ച് പേര് വായിക്കുമായിരുന്നു. ഈ കറക്റ്റായിട്ട് ഈ റിപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയത്തില്ല. അതായത് പുള്ളിക്കാരി പേര് വെച്ച്. ഇവരോടൊക്കെ എനിക്കൊരു കാര്യം ചോദിക്കാൻ, ഈ നൈജീരിയയിലും ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ കൊന്നു കൊടുക്കുന്ന പിള്ളേരുണ്ട്, സുഡാനിൽ. ആ പേരുകളൊക്കെ എന്നാണ് നിങ്ങൾ വായിക്കുന്നത്? നിങ്ങൾക്ക് ഈ ഗാസയെ മാത്രമേ കുട്ടികൾ മരിക്കുന്നതിൻ്റെ പേര് വായിക്കാനേ പറ്റത്തുള്ളൂ. അത് മാത്രമേ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകത്തുള്ളൂ, ചേച്ചിമാരും ചേട്ടന്മാരും. പിന്നെ വേറെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഹമാസിനെ ഭയങ്കര സ്വാതന്ത്ര്യ പോരാളികൾ എന്നാണ് പറഞ്ഞ് നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. ഈ ഹമാസിനെ ഗാസയിലുള്ള ജനങ്ങൾക്ക് പോലും വേണ്ട. ഹമാസ് അവിടെ എങ്ങനെയാണ് ഭരണത്തിൽ വന്നതെന്നൊക്കെ നമുക്കറിയാം. ഈ ഹമാസ് ഒരിക്കലും പലസ്തീൻ്റെ ഭാഗമല്ല. ഗാസയിലെ ഒരു കൊച്ചു ഏരിയയുടെ ഭരണം പിടിച്ചെടുത്ത തീവ്രവാദികളാണത്. അല്ലാതെ വെസ്റ്റ് ബാങ്കോ പലസ്തീൻ്റെ ഭാഗമല്ല. ഈ പലസ്തീൻ്റെ പ്രസിഡന്റ് പോലും പുള്ളി പോലും ഹമാസിനെ വിളിച്ച സൺ ഓഫ് ഡോഗ്സ് എന്നാണ്. അന്ന് ഹോസ്റ്റേജുകൾ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ഹോസ്റ്റേജേഴ്സിനെ കൊണ്ടുപോയപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് പുള്ളിയെ സൺ ഓഫ് ഡോഗ്സ് എന്നാണ് വിളിച്ചേക്കുന്നത്. അന്ന് ഇസ്രായേലിന് 250 ഹോസ്റ്റേജസിനെ കൊണ്ടുപോയത്. ഈ കൊണ്ടുപോയ ഹോസ്റ്റേജസിനെ ഗാസയിലുള്ള ആളുകളുടെ വീട്ടിലൊക്കെയായിരുന്നു ഇവരെ ഒളിപ്പിച്ച് വെച്ചത്. ഈ ഹോസ്റ്റേജസ്, ഇസ്രായേലിന് കൊണ്ടുപോയ ഹോസ്റ്റേജ് 250ഓളം ഉണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞ ഈ യുദ്ധത്തിൽ ഹോസ്റ്റേജസിനെ നമ്മൾ യുദ്ധം നിർത്താമെന്ന്. അന്നപ്പോഴും യുദ്ധം നിർത്താതെ കൊണ്ടു നടന്നത് ഹമാസായിരുന്നു. പിന്നെ ഹിസ്ബുള്ള, അത് ലെബനോൻ്റെ ഒരു ഭാഗമല്ല. ലെബനോൻ്റെ ഒഫീഷ്യൽ മിലിറ്ററിയോ ഭരണത്തിലുള്ള ഒന്നുമല്ല. ലെബനോൻ്റെ പ്രസിഡൻറ്റും ഇപ്പോൾ ഇസ്രായേലുമായിട്ട് അവർ സമാധാന ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൈ കൊടുത്തു. ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഒരു തീവ്രവാദ സംഘടന, ഇറാൻ പോറ്റി വളർത്തുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹു. ഹിസ്ബുള്ള, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഈ 3 സാധനം. അതൊക്കെ ഇനിയേലും മനസ്സിലായി. നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ന്യൂസുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ പറയുന്ന ഗാസയിലുള്ള ബോധമുള്ള മനുഷ്യരുണ്ട്, മതം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കാത്ത. അവർ പോലും ഈ സത്യം എന്താ, അവരുടെ രാജ്യം അവരുടെ സ്ഥലം പിടിപ്പിച്ചത് ആരാന്നൊക്കെ അവർ പോലും പറയുന്നുണ്ട്. ഹമാസ് എന്ന സാധനമാണ്. സ്വന്തം ജനതയെ ഹ്യൂമൻ ഷീൽഡായിട്ട് വെച്ചിട്ട് ഇവർ സ്കൂളിൻ്റെയും ഹോസ്പിറ്റലിൻ്റെ ഒക്കെ മേളിൽ നിന്ന് വാണം വിടും. എന്നിട്ട് അതിന് കൗണ്ടർ ഡിഫൻസ് ആയിട്ട് ഇസ്രായേൽ വിടുമ്പോൾ അയ്യോ സ്കൂളുകൾ തകർത്തു, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ. നമ്മുടെ TG മോഹൻദാസ് പറഞ്ഞു ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗ് അത്. 4 വർഷമായിട്ട് ഗർഭിണികളാണ്, പ്രസവിക്കാത്ത ഗർഭിണികൾ. ഇതാണ് ഗാസയിലുള്ളൂ. ഗാസയിലെ പിന്നെ ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ബർത്ത് റേറ്റ് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് അതിനേക്കാൾ അതിശയം. ഇവർ പറയുന്നത് 60,000 കുട്ടികൾ, 50,000 കുട്ടികളൊക്കെ മരിച്ചെന്നാണ്. അതിൻ്റെ അകത്ത് ഹമാസ് തീവ്രവാദികൾ എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം ഉത്തരവില്ല. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, ഇത് മാത്രമേ പറയാനുള്ളൂ.
70,000 പേര് മരിച്ചതാണ് ഇപ്പോൾ കണക്ക്. 70,000-ൽ ഹമാസ് തീവ്രവാദികൾ എത്ര പേരുണ്ട് അത് പറയത്തില്ല. പിന്നെ ഗാസയ്ക്ക് വേണ്ടി കുറേ പേരുണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ സമരങ്ങൾ നടത്താനും. ഇത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയത്തില്ല ഇവരെ ഒരു യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ട് കൊണ്ടു കിടക്കുന്നതാണ് ഈ മത തീവ്രവാദികൾ. അവർക്കെന്ന് ഭരണം കിട്ടുന്ന അന്ന് ആദ്യം കൊല്ലുന്നത് ഈ പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകളെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ കാണുന്നുണ്ട് ഈ LGBTQ അവർക്കൊന്നും അറിയത്തില്ല. അവർ പറയാൻ അവർക്കെല്ലാം സമാധാനം വേണ്ടവരാണ്. ഈ പറയുന്നവരെ ഗാസയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കൊല്ലുന്നത് ഈ LGBTQയിലുള്ള ആളുകളെയാണ്. കെട്ടിടത്തിൻ്റെ മേളിൽ നിന്നൊക്കെ തെള്ളിയിട്ട് കൊല്ലും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ജേർണലിസ്റ്റുകൾ, ഇസ്രയേൽ ജേർണലിസ്റ്റുകളെ കൊല്ലുന്നേ. അയ്യോ, ഇസ്രയേൽ ജേർണലിസ്റ്റുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക. ഈ പറയുന്ന ഏതേലും വാർത്താ മാധ്യമങ്ങൾ, ഈ അൽ ജസീറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ മുക്കാ മീഡിയ ഉണ്ട്, അവരല്ലാതെ ഏതേലും ഒരു ന്യൂസ് മീഡിയ ഗാസയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ അവർ സ്വന്തം റിസ്ക് എടുത്ത് പോയവരെ ഹമാസ് തന്നെ തീർത്തിട്ടുണ്ട്. അല്ലെ തടങ്കലാക്കി വെച്ച് ബാർഗെയിൻ ചെയ്യും. ഇതാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് അത് ഇസ്രയേലിൻ്റെ മണ്ടയ്ക്കോട്ട് വരും. അതുകൊണ്ട് ഇസ്രയേലും അവരെ വിടത്തില്ല. അത് കാരണം ഹമാസ് എന്ത് ചെയ്ത് ആരെ കൊന്നാലും അതെല്ലാം ഇസ്രയേലിൻ്റെ മണ്ടയ്ക്കോട്ട് ഇസ്രയേൽ കൊന്നേ വരത്തുള്ളൂ നമ്മുടെ നാട്ടിൽ. ഈ അൽ ജസീറയുടെ വാർത്ത അംഗമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. രാവിലെ ഈ പ്രസിൻ്റെ വെസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിലുള്ള ആൾ, വൈകുന്നേരം ആകുമ്പോഴത്തേന് തോക്കും എടുത്തുകൊണ്ട് നടക്കുന്ന തീവ്രവാദി. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരുത്തൻ ചത്തായിരുന്നു. സ്വർഗത്തിൽ 72 ഹൂറികളുടെ അടുത്ത് പോയി. അവൻ ഹമാസിൻ്റെ ഒരു കമാൻഡറാണ്, ഒരു തീവ്രവാദി. അതിനെ വാഴ്ത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്നു, അയ്യോ ജേർണലിസ്റ്റുകളെ എല്ലാം കൊല്ലുന്നേ. ഇവർ വരുന്ന വാർത്ത മാത്രമേ വായിക്കത്തുള്ളൂ. ഇവൻ ഈ പറഞ്ഞ ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞാൽ നടന്നവൻ, അവൻ തന്നെ തോക്കും പിടിച്ച് വെടി വെച്ചുകൊണ്ട് നടക്കുന്ന ഒക്ടോബർ 7 അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നടക്കുന്നതിൻ്റെ വീഡിയോസും എല്ലാം ഈ പറയുന്ന മദ്രസ പൊട്ടന്മാരാണ് ഈ പറയുന്ന തീവ്രവാദികൾ. ഇവർ തന്നെ ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് ഹമാസിനും ഇവർക്കൊക്കെ ആയിട്ട്. അതിൽ കൂടെ തന്നെ ഇവർ തന്നെ ലോകം മൊത്തം സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ ആ ബോധം വിവരമുള്ള മനുഷ്യൻ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അവർ തന്നെ കൊണ്ടുവരും, സത്യം പുറത്തു വരും. അന്നിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതൊക്കെ ഇസ്രായേലിൻ്റെയും ജൂതന്മാരുടെ പ്രൊപ്പഗണ്ട. ഹമാസ് മാത്രം പ്രൊപ്പഗണ്ടയും ഈ ഒന്നും വരും. പിന്നെ നല്ല പെയ്ഡ് ആക്ടേഴ്സൊക്കെയാണ്. ഒരാൾക്ക് തന്നെ ഒരു 2 വർഷം കൊണ്ടൊക്കെ 4 പിള്ളേർ കൊച്ചു വെച്ചാൽ 4 പിള്ളേർ മരിച്ചതിൻ്റെയൊക്കെ വീഡിയോ. അത് സെയിം ഡയലോഗ്, കരച്ചിലൊക്കെ സെയിം, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വ്യത്യാസം. പക്ഷെ കയ്യിലിരിക്കുന്ന കൊച്ചിന് ജീവനുണ്ട്. കൊച്ച് എങ്ങനെ പോലും പിള്ളേരല്ലേ, ഇവർ കൈയും കാലും ഒക്കെ അനക്കും. ഈ കൊച്ചിനെ പിടിച്ചു വെച്ചോണ്ട് അയ്യോ എൻ്റെ കുഞ്ഞ് എത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചില്ലേ. ഇതൊക്കെ നമ്മൾ കുറേ കണ്ട്, ഇതൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ള. ഇനിയാലും മനസ്സിലായി, ഇസ്രായേൽ ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല. തോറ്റേക്കുന്നത് ഇപ്പം ഹമാസും ഹിസ്ബുള്ളയും പിന്നെ വലിയ നിങ്ങൾ കൂൾമായി കൊണ്ട് നടക്കുന്ന രാജ്യമുണ്ടല്ലോ ഇറാൻ്റെ തലവന്മാരൊക്കെ ആ വടിയായിട്ടുള്ളൂ. സ്വർഗത്തിൽ 72 ഹൂതികളുടെ അടുത്ത് തിത്തേ കളിച്ച് ഇരുമ്പ് ചട്ടിയൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ പോയേക്കുന്നത്. അല്ലാതെ പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ആയിരിക്കും പോയിട്ടുള്ളത്. ആർക്കറിയാം സ്വർഗവും നരകമൊക്കെ ഉണ്ടോയെന്ന് ഇവർക്കൊക്കെയല്ലേ ഉള്ളൂ വിശ്വാസം. നമുക്കൊന്നുമില്ല സ്വർഗവും നരകമൊക്കെ ഉണ്ടോയെന്ന്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ പ്രൊപ്പഗണ്ട ഒന്നും ഇനിയും വിശ്വസിച്ച് നടന്നിട്ട് കാര്യമില്ല. സോ സീ യു ഗൈസ്. അടുത്ത വീഡിയോ വരുന്നവർക്കും വരെ ഒരു ബിഗ് സല്യൂട്ട്. ബൈ.